വെനസ്വേലയിലെ സൈനിക നടപടിക്കെതിരെ US സെനറ്റിൽ പ്രമേയം 47-നെതിരെ 52 വോട്ടുകൾക്കാണ് പ്രമേയം പാസ്സായത്. 5 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. അന്തിമമായി പ്രമേയം അംഗീകരിക്കുന്നതിന് അടുത്തയാഴ്ച വീണ്ടും വോട്ടെടുപ്പ് നടക്കും. പ്രമേയം പ്രസിഡന്റ് അംഗീകാരം നൽകാനുള്ള സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. എങ്കിലും വെനസ്വേലയ്ക്കെതിരായ നീക്കങ്ങൾ അമേരിക്കയിൽ ആഭ്യന്തര എതിർപ്പ് വ്യക്തമാക്കുന്നതാണ് പ്രമേയം. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ഐസൻ, വെനസ്വേലയുടെ വിധി എന്താകും? ഈ സൈനിക നടപടിക്കെതിരെയുള്ള US സെനറ്റിൽ പ്രമേയം പാസ്സാക്കുമ്പോൾ എത്ര വോട്ടുകൾക്കാണ് ഈ പ്രമേയം പാസ്സായത്? ആരൊക്കെയാണ് ഇതിൽ നിന്നും വിട്ടുനിന്നത്? 47-നെതിരെ 52 വോട്ടുകൾ നേടിയാണ് ഈ പ്രമേയം പാസ്സായിരിക്കുന്നത്. തീർച്ചയായും 99 അംഗങ്ങളുടെ വോട്ട് അതിലുണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ കൃത്യമായൊരു നിലപാട് അതിലുണ്ടായിട്ടുണ്ട്. റിപ്പബ്ലിക്കൻ അംഗങ്ങളിൽ 5 പേർ കൂടി വോട്ട് ചെയ്യുന്ന, അതായത് ഈ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു, അതായത് വെനസ്വേലയിലെ സൈനിക നടപടി അല്ലെങ്കിൽ തങ്ങളുടെ ടെറിട്ടറി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങൾക്കെതിരായൊരു നടപടിക്ക് കൃത്യമായൊരു നിലപാട് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിഷയങ്ങൾ നടന്നിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ പ്രശ്നത്തിൽ അതായത് വെനസ്വേലയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ പൂർണ്ണമായും ട്രംപിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. കാരണം നേരത്തെ നമുക്കറിയാം, അമേരിക്കയുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള പാർലമെൻറ്റിൻ്റെ അധികാരം അമേരിക്കയ്ക്ക് പുറത്ത് പാർലമെൻറ്റിനില്ല എന്നതും മാത്രമല്ല, രാജ്യത്തിന് പുറത്തുള്ള അംഗീകാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഇടപെടുന്ന ഒരു നീക്കങ്ങളെല്ലാം തന്നെ സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സായ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായും അത്തരം ഒരു നീക്കങ്ങൾ പ്രസിഡന്റ് രാജ്യത്തിന് പുറത്ത് ശക്തനാകുന്നു എന്നാണ് കൃത്യമായും നിരീക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊതുരാഷ്ട്രീയ സ്വഭാവം. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അമേരിക്കയിൽ ആഭ്യന്തരമായി ഈ വെനസ്വേലയിൽ നടത്തിയ ആക്രമണങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നടപടിക്കെതിരെ കൃത്യമായൊരു എതിർപ്പുണ്ട് എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നത്. അതിന് പല ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. റഷ്യയുമായി എതിർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, ചൈനയുമായി എതിർപ്പുണ്ടാകുന്നു, മറ്റ് പല രാജ്യങ്ങളും എതിർപ്പ് വിളിച്ചു വരുത്തുന്ന, യൂറോപ്യൻ രാജ്യങ്ങളുടെ എതിർപ്പ് വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാവുന്നതാണ്, UN സെക്യൂരിറ്റി കൗൺസിലിലൊക്കെ ബ്രിട്ടനും ഫ്രാൻസും വളരെ ന്യൂട്രലായൊരു നിലപാട്, കാരണം അനുകൂലിക്കാത്തൊരു നിലപാടാണ് സ്വീകരിച്ചത്. ഇത്തരത്തിലൊരു പശ്ചാത്തലത്തിലാണ് US സെനറ്റിലെ ഈ പ്രമേയത്തെ പരിശോധിക്കേണ്ടത്. US സെനറ്റിൽ ഇപ്പോൾ 47-നെതിരെ 52 വോട്ടുകൾക്ക് ഈ പ്രമേയം പാസ്സാവുകയും ചെയ്തു. പക്ഷേ ഇതൊരു പ്രാഥമിക പ്രമേയമാണ്. ഇതിൻ്റെ വിശാലമായ പ്രമേയം അടുത്ത ആഴ്ചയായിരിക്കും പരിഗണിക്കപ്പെടുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയമുള്ളത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതിൽ നിന്നും മനസ്സിലാക്കുന്നത് പോലെ ഈ ട്രംപ് ഇത് അംഗീകരിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെയില്ല. അതുകൊണ്ട് തന്നെ പ്രമേയം ഒരു രേഖയായി അവിടെ ഉണ്ടാകുമെന്നതിനപ്പുറം മറ്റൊരു നീക്കവും അതുകൊണ്ട് ഉണ്ടാകാനില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഇടപെടൽ വേണമെങ്കിൽ ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം ആ രാജ്യത്തിൽ ഉണ്ടാവുക എന്നത് മാത്രമാണ് പ്രായോഗികമായൊരു നടപടി. ശരിയായി സർ, വ്യക്തമാണ്. എന്തായാലും നമുക്കിപ്പോൾ ആ US സെനറ്റിലെ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം. The yeas are 52, the nays are 47. The motion is agreed to. The joint resolution will be placed on the calendar.